കാഥികൻ ഹാഷ്മിക്കെതിരായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ വൈറലായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ കാണ്ടം ഘടോത്കച വാക്കുകൾ ചേർത്ത് അദ്ദേഹം അടിക്കാറുള്ള പല കഥാപ്രസംഗങ്ങളെ സംബന്ധിച്ച് നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ എടുത്താണ് ട്രോൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. കുപ്പിയും കോഴിക്കാലും മാപ്രാവിളിയും എല്ലാം കൂടി ചേർന്നുള്ള ആ ട്രോൾ വീഡിയോ കണ്ടാൽ അടിമുടി കാഥികനെ ഉഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ പുതിയൊരു ചർച്ച ഉയർന്നു വരുന്നത് മാപ്ര എന്ന വിളിയുമായി ബന്ധപ്പെട്ടാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം ആണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. സൈബർ കൂട്ടിൽ കടന്നൽക്കൂട്ടിൽ പോയി കഥാപ്രസംഗം അവതരിപ്പിച്ചത് മാത്രമാണ് ഹാഷ്മിക്ക് ഓർമ്മ. പിന്നെ മാപ്ര എന്ന വിളിയാണ് ശേഷിക്കുന്നത് എന്നുള്ളതാണ്. ഹാഷ്മി, കൊടുത്തത് തിരിച്ചു കിട്ടുന്നു എന്ന ലളിതയുക്തി നമുക്കിവിടെ ഉപയോഗിക്കാമോ? അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? പക്ഷെ തെറ്റുകൾ ചൂണ്ടിക്കാണണം. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന അർത്ഥത്തിൽ ഈ പറയുന്ന ട്രോളുകൾ ഒക്കെ ഒരു പരിധിവരെ നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. അവിടെ ഇടതുപക്ഷ പ്രതിരോധമെന്ന വ്യാജത്തിൽ വിയോജിക്കുന്നവന്റെ വ്യക്തിഹത്യയാണ്. വിമർശനമെന്ന വ്യാജത്തിൽ വിയോജിക്കുന്നവനെ തൊലിയുരിച്ച് തൂക്കിലേറ്റുന്ന പ്രതീകാത്മക കൊലമുറികളാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോ ഹാഷ്മിയുടെ തന്നെ പല ഇൻട്രോകളും പല തരത്തിൽ പല ഗ്രൂപ്പുകളിൽ സ്റ്റാറ്റസ് ആയി വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഇപ്പോ ഈ കോഴിക്കാല മാപ്ര എന്ന വിളിയെ കുറിച്ചൊക്കെ പറയുന്ന അത്ര ഒഫൻസീവായ ഒന്നും അല്ലല്ലോ. അതിന്റെ ലാഘവബുദ്ധിയോടെ എടുത്തങ്ങ് പോകേണ്ടതല്ലേ എന്നൊരു വാദം കൂടി ഒരു കോണിൽ നിന്നുണ്ട്. വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അല്ല, ഞാൻ അത്രയും ഉണ്ടെന്ന് ഞാനും കരുതുന്നു. കാര്യം ഞാൻ വ്യക്തിപരമായി എന്നെ ഈ ട്രോളുകളോ ഒന്നും എന്നെ വ്യക്തിപരമായി ബാധിക്കാറില്ല. ഞാനത് ഒരു പരിധിവരെ ആസ്വദിക്കുന്ന മനുഷ്യനാണ്. അത് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? എന്താ പറഞ്ഞേ? ചില സാധനമൊക്കെ ഇപ്പൊ റിയാസ് CL എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ ഗൾഫിലോടാണ്. അതിമനോഹരമായി ട്രോൾ ചെയ്യുന്ന ഒരു എന്നെ നിരന്തരം ട്രോളാവുള്ള ഒരാൾ. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ട്രോളൊക്കെ റിയാസ് ഇറക്കാറുണ്ട്. അതുപോലുള്ള ഭയങ്കര ക്രിയേറ്റീവായ ട്രോളുകളെ ഞാൻ ആസ്വദിക്കാറുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? ഒരു അനുപാതരഹിതമായി ഇവിടെ മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളും. ഇവിടെ ഉള്ളവരൊക്കെ എന്താണ് പറയാ, ഈ പറയുന്ന പോലെ കുപ്പിയും കോഴിക്കാലും എന്നൊക്കെയുള്ള തരത്തിൽ ആണ് എന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ വ്യക്തിപരമായി എന്നെ വിലയിരുത്തുന്നത്, എന്നെ എല്ലാ ഗ്രൂപ്പുകളും ആക്രമിച്ചിട്ടുണ്ട്, എന്നെ എല്ലാ ഗ്രൂപ്പുകളും ഏറ്റെടുത്തിട്ടുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? കാഥികൻ അടിക്കുന്ന വാചകങ്ങളും അതിനനുയോജ്യമായിട്ടുള്ള സിനിമ ക്ലിപ്പിംഗ്സും കൃത്യമായി തന്നെ പ്ലേസ് ചെയ്ത വീഡിയോ ആണ് ഇത്. മുൻപ് ഇടതുപക്ഷ വിരുദ്ധ കഥാപ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ പുറത്തു വന്ന വീഡിയോ ആണ്. അതിനെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയ പൊടി തട്ടിയെടുത്തിരിക്കുന്നത്. ഏത് കാലത്ത് കണ്ടാലും എവർഗ്രീൻ ആണെന്ന് പറയാൻ കഴിയുന്ന കാഥികൻ ഹാഷ്മിയുടെ പക്ഷം പിടിക്കൽ വാർത്താ അവതരണത്തെ എല്ലാ കാലവും തുറന്നു കാട്ടാൻ പറ്റുന്ന ആര് കണ്ടാലും ഇദ്ദേഹത്തിൻ്റെ അവതരണത്തെ സംബന്ധിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യമാകും. എന്തായാലും റിയാസ് CL എന്ന വ്യക്തി എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ട്രോൾ വീഡിയോ റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ തന്നെ വമ്പൻ ഹിറ്റായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിലെ ഈ കാഥികനെ കുറിച്ച് നാട്ടുകാർക്ക് ചില ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ ഇടതുവിരുദ്ധ കഥാപ്രസംഗങ്ങൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ ബാധിക്കുന്നതെന്ന് വയനാട് പ്രകൃതി ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ നമ്മൾ കണ്ടതാണ്. ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി സൃഷ്ടിച്ചിരിക്കുന്ന ട്രോൾ വീഡിയോ അതിന് കൈയടിക്കാതെ തരമില്ല.